നിങ്ങളൊരു വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ സമയത്ത് വിശുദ്ധിയോടെ ഒരുങ്ങി പ്രാർത്ഥിച്ച ബലിപീഠത്തിൽ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇനി ആ വിശുദ്ധ കുർബാനയെ കാണാൻ പോകുന്നത് അപ്പം അല്ല കേട്ടോ, വീഞ്ഞല്ല കേട്ടോ. നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ദൈവത്തെയാണ്, നിങ്ങളുടെ ഈശോയാണ്. എന്തുകൊണ്ട് ബലി അനുഭവേദ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ, തിങ്ക്, ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അയോഗ്യതയുള്ളവരാണ് നമ്മൾ. നിങ്ങൾ അതിന് എളിമപ്പെട്ടോ, നിങ്ങൾ കുമ്പസാരിച്ചോ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടോ, അങ്ങനെ കുർബാനയ്ക്ക് പോവാവുള്ളേ. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നാണ്. ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കണം എന്നാണോ? എങ്കിലും പ്ലീസ്. കാരണം നിങ്ങൾ ഈ ആണ്ടിൽ പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? പരിശുദ്ധനായ ദൈവത്തിന്റെ. ആണ്ടിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദിവസം കുമ്പസാരിച്ചോ, ആഴ്ചയിൽ കുമ്പസാരിച്ചോ, നിങ്ങൾ അച്ഛന്മാർക്ക് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് മാസത്തിൽ കുമ്പസാരിക്കും. ഒരിക്കൽ മാസത്തിലെങ്കിലും കുമ്പസാരിക്കണേ. കാരണം നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് ഓർക്കണം. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ ആ വിശുദ്ധിയിൽ നിന്നാൽ യു വിൽ സീ ഗോഡ്. നിങ്ങൾ ദൈവത്തെ കാണും. യേശയ്യാ കണ്ട ദർശനങ്ങൾ മുഴുവൻ മിശിഹായെ കുറിച്ചാണ്. ഈശോയെ കാണുകയാണ്, കൂടെ നിൽക്കുന്ന കർത്താവിനെ കാണുകയാണ്.